ആ ഉണന്നോ? ഇതേതാ സ്ഥലമെന്ന് ആലോചിക്കായിരിക്കും അല്ലേ? ഈ വീടിൻ്റെ ഉമ്മർത്തായി ഇന്നലെ കുഴഞ്ഞു വീണത്. ആദ്യം കണ്ടത് എൻ്റെ പേരക്കുട്ടിയാ. ബോധമില്ലാതെ കോലായി കിടക്കായിരുന്നു. ചോരയും മുറിവ് കണ്ടപ്പോൾ അവളങ്ങ് വല്ലാതെ പേടിച്ചു പോയി. വല്ലതും ഓർമ്മയുണ്ടോ? ഇന്നലെ വന്നതിൻ്റെ പുറകെ അവർ അന്വേഷിച്ചു വന്നിരുന്നു. രാജനും കോളനിയിലെ പിള്ളേരും. പിന്നെ മനസ്സിലായത് രാത്രിയിൽ അവനുമായിട്ടായിരുന്നു തൻ്റെ പെർഫോമൻസ്. എന്തു വേണം? എനിക്ക് പോണം. ഇപ്പം അങ്ങനെ പുറത്തേക്ക് ഇറങ്ങണ്ട. വഴിയിൽ മുഴുവൻ അവൻ്റെ ആൾക്കാരാ. ഇന്നലെ അവർക്ക് കൊല്ലാനുള്ള വാശിയായിരുന്നു. ഇന്നിനിപ്പോൾ എന്താണെന്ന് ആർക്കറിയാം. ആ മോള് വിളിക്കുന്നു. ദാ വരുന്നു. ക്ഷീണം തോന്നുന്നുണ്ടെങ്കിൽ ദേഹവതി അനക്കണ്ട. ഇത് കഴിച്ചിട്ട് കുറച്ചു നേരം കിടന്നു. ആ എന്താ പേര്? ദുർഗ. ഹലോ. ആമേ ഇല്ല, ഇറങ്ങാൻ പോന്നേ ഉള്ളൂ. ഒന്നുമില്ല നീ. ആ മുത്തശ്ശനായിട്ടൊരു ചെറിയ സൗന്ദര്യ പണക്കം, അത്രേ ഉള്ളൂ. എന്തിനാമേ രാവിലെ തന്നെ ഈ കാര്യം എടുത്തിരുന്നത്? ഇല്ല, 6 മാസം കഴിയാതെ ഞാൻ വരുന്ന പ്രശ്നമില്ല. അച്ഛനോടും പറഞ്ഞേക്ക് ഇനി ഈ കാര്യം പറയാനാണെങ്കിൽ എനിക്ക് ഫോൺ ചെയ്യണ്ടെന്ന്. മുത്തശ്ശൻ മോളിലാന്ന് തോന്നുന്നു. ആ ഞാൻ പറയാം. ആ മുത്തശ്ശൻ രാവിലെ തന്നെ എന്തെടുക്കായിരുന്നു മോളില്? അയാൾ എഴുന്നേൽപ്പിക്കാൻ പോയതാണോ? ഞാനായിക്ക് കഴിക്കാൻ എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടി മോളിൽ പോയാൽ. ആ അപ്പൊ സൽക്കരിച്ച് ഇവിടെ തന്നെ നിർത്താൻ പോവാണല്ലേ? പറഞ്ഞതല്ലേ ഞാൻ രാവിലെ തന്നെ അങ്ങനെ പറഞ്ഞു വിടണോന്ന്. മുത്തശ്ശ കണ്ടതല്ലേ ഇന്നലെ അങ്ങനെ പിറകെ വന്ന ആളുകളെ? ആരാ എന്താന്ന് അറിയാത്ത ഒരാളെ നമ്മളിങ്ങനെ കണ്ടിട്ട് അത്ര കുഴപ്പക്കാരാണ് തോന്നുന്നില്ല മോളെ. എന്തോ ചതിയിൽപ്പെട്ട് രാജന്റെ അടുത്ത് കുടുങ്ങിയതാവും. എന്തേലും കഴിച്ചു കഴിഞ്ഞ് ഞാനങ്ങ് പറഞ്ഞു വിട്ടേക്കാം. ഇപ്പൊ ഈ അവസ്ഥയിൽ അവന്മാരുടെ കൂടെ പോകാനുള്ള കെൽപ്പൊന്നും അയക്കില്ല. നീ തിരിച്ചു വരുമ്പോ അതിലുണ്ടാവില്ല, ഉറപ്പ്. ശരി മുത്തശ്ശ, തേങ്ങക്കാരൻ വന്നിരിക്കുന്നു. ഒരു 102 തേങ്ങ വെട്ടി ഉണങ്ങാൻ വെച്ചിട്ടുണ്ടേ. ഇപ്പൊ എന്നെ ഇറങ്ങിയ മംഗലത്ത് ഇന്നലെ തേങ്ങ എടുത്ത് വരായിരുന്നു. എന്തേ? ശരി, വേഗം വരണം. മഴ പെയ്താ ഇതൊക്കെ എടുത്ത് അകത്ത് വെക്കാൻ ആരും ഇല്ലെന്ന് ഓർത്തോണം. ആ നിങ്ങളെപ്പോഴാ അറിഞ്ഞത്? ഇന്നലെ രാത്രി 3 മണിയായി കാണും. നമ്മുടെ സുധാരനല്ലേ നൈറ്റ് പെട്രോള്, അവനാ വിളിച്ചു പറഞ്ഞ്. ആദ്യം കരുതിയത് മറ്റവരാണെന്നാ. അപ്പൊ ഭയങ്കര ഹാപ്പിയായി. എന്നെ ഇവിടെ വന്ന് നോക്കിയപ്പോഴാ ഹാജര് ഉമ്മക്കിട്ടാ പണി കിട്ടിയെന്ന്. രാവിലെ മാർക്കറ്റിൽ പോയി തെരഞ്ഞപ്പോ നമ്മടെ വണ്ടികളെല്ലാം അടിച്ച് പൊളിച്ചിട്ടിരിക്കാണ്. ആരോട് ചോദിച്ചാലും ഒന്നും അറിയില്ല. പരട്ടകള് നമ്മുടെ ശശിക്കും മത്തായിക്കും ശരിക്കാ കിട്ടി. ഉമ അധികം നേരം ഇവിടെ നിൽക്കണമെന്നില്ല. വീട്ടിലേക്ക് പൊക്കോ. അവിടെ ഇപ്പോൾ ലക്ഷ്മി തനിച്ചല്ലേ ഉള്ളൂ. അച്ഛൻ പറഞ്ഞു ഡോക്ടറെ കണ്ടിട്ട് വിവരം എന്താ പറയണെന്ന്. അപ്പൊ ഡോക്ടർ വന്നിട്ട് പോവാലോ എന്ന് വെച്ചിട്ടാ. അത് കുഴപ്പമില്ല. ഏതായാലും അർജുനായിട്ട് ഇങ്ങോട്ട് വരുമല്ലോ. ഉമ പൊക്കോ.
എന്നാ ഞാൻ പോയിട്ട് വൈകുന്നേരം ലക്ഷ്മിയും കൂട്ടി വരാം. ഓനെന്തേ ദുർഗ? ഞങ്ങൾ ഇന്നലെ രാത്രി മാർക്കറ്റിൽ ചെന്നപ്പോൾ തന്നെ കറണ്ട് പോയി. പിന്നെ 4 പാടൊന്നും അടി വീണു. പിടിച്ചു നിൽക്കാൻ പറ്റാണ്ടായപ്പോഴാണ് ഞങ്ങളെല്ലാം ഓടിയത്. കൂട്ടത്തിൽ നിന്ന് അവൻ മാത്രം ചിതറിപ്പോയി. അവനിപ്പോൾ എവിടെയുണ്ടെന്ന് ഞങ്ങൾക്കറിയില്ല. ഇനിയിപ്പോ അവനെന്തെങ്കിലും പറ്റിയോന്നാ? വേറെ ഹോസ്പിറ്റൽ എവിടെ അന്വേഷിച്ചില്ല? ഞങ്ങൾ എല്ലായിടത്തും നോക്കി. ഇക്ക, എനിക്ക് അല്പം ഭയമില്ലാതില്ല. അത്രക്ക് കാര്യങ്ങൾ വഷളെന്നാ ഇവര് പറയണേ. ഖാദറെ, ശരി. ചായ വെട്ടിപ്പൊളിക്കാനാ സന്തോഷം തള്ള അവരോടുണ്ടോ? പോയി തപ്പടാണോ എതിർക്കാവടി വീണ്ടും നോക്കാം അവിടെ ഉണ്ടോ നോക്കാം. അനിയ സന്തോഷം വെട്ടിപ്പൊളിക്കലാണ്. സേതു അവിടെ ഉണ്ടോ നോക്കിയാൽ വലിച്ചെറിയാവുന്ന ഇടാനാ എന്റെ ഗല്യാണത്. आज भी है और कल भी रहेंगे सत्य